പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും തീരാതെ ഉള്ളിൽ നീളമണ്ണിൻ ചൂട് നൂറാണ് നിന്റെ ചിറകിനു ചേലഴും തൂവൽ നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും. ഈ മധുപോലെ പെയ്ത മഴയിലാണെന്ന് തോന്നുന്നു ആദ്യം മലയാളത്തിൽ പാടിയത്. അത് കഴിഞ്ഞിട്ട് ജെക്സ് ബിജോ ഇത് ചെയ്യുന്ന സമയത്ത് ഇഷ്കില് നമ്മളെല്ലാവരും ഈ നാക്ക് കുഴച്ച് പാടിയിട്ട് ഈ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ ശരിക്കും ഒരുപാട് കാലമായിട്ട് പാടുന്നതാണ്. പക്ഷെ ഈ പുള്ളിയുടെ ഒരു സിമിലാരിറ്റിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ പാടുന്നതാണല്ലോ ശ്രദ്ധിക്കപ്പെട്ടത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് എത്തുന്ന വഴി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു പുള്ളിയായിട്ടൊരു? ഇത് ഞാൻ ഓർക്കസ്ട്രയും ഒക്കെ പോകുമ്പം ചില സമയങ്ങളിൽ വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടി എൻ്റെ അങ്കിളിൻ്റെ അമ്മാവൻ്റെ മകനെ കൂട്ടിക്കൊണ്ടാറുണ്ട്. ഞാൻ ഇത് ഗാനമേള മാത്രമല്ല, എനിക്കൊരു ഭജൻസിൻ്റെ ട്രൂപ്പുണ്ട്. ഡൽഹി പോയിട്ടാണ് ഞാൻ ഭജൻസ് പഠിച്ചത്. പാലക്കാട് ചെമ്പയിലാണ് ഞാൻ ഗാനഭൂഷണം കഴിഞ്ഞത് പഠിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഡൽഹി പോയിട്ട് ഒരു ഭജൻസിന്റെ ട്രൂപ്പ് പാടാൻ വേണ്ടി പോയതാണ്. പഠിക്കാനായിട്ട് പോയതല്ല, ട്രൂപ്പിൽ പാടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സമ്പ്രദായ ഭജന എന്ന ട്രഡീഷണൽ ഭജൻസാണ് ഭയങ്കര മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് പഠിച്ചതിന് ഞാനിവിടെ ട്രൂപ്പ് ഉണ്ടാക്കി കോഴിക്കോടൊക്കെ അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസിൽ ഭജൻസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകനെയാണ് കൂട്ടിക്കൊണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് നിതിൻ എന്നാണ്. അപ്പം മൂപ്പരും ഇതേപോലെ തന്നെ വന്ന് വീഡിയോ ഒക്കെ എടുത്തു തരും. അങ്ങനെ അവനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, ആകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ രണ്ടുപേരും കൂടിയാണ് ഫസ്റ്റ് എന്നോട് ഇങ്ങനെ സോമേട്ട ഒരു മധുപോലെ എന്നുള്ള ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ വോയിസ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പാടി നോക്കുന്ന പറഞ്ഞു. അങ്ങനെയാണ് അവൻ തന്നെ ആകാശാണ് എനിക്ക് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് തരുന്നത് ഫോണിലേക്ക്. രണ്ടുപേരും നല്ല ഇത്. അപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഫസ്റ്റ് അവരാണ് എന്നെ വിളിച്ച് പറയുന്നത് പുതിയ പാട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ അത് നോക്കി പഠിച്ചു. ഒരു പ്രോഗ്രാമിന് പാടിയപ്പോഴും അത് ഏറെക്കുറെ അങ്ങനെ തോന്നി. പിന്നെ കൂടുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എടുത്ത് യൂട്യൂബിൽ കാണാനും കേൾക്കാനും തുടങ്ങി.